ലാസ്റ്റ് നമുക്ക് തന്ന വീഡിയോ ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. സോ ആ ഫോർമുല വരുന്ന കണ്ടിന്യൂഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിനെപ്പോലെ ആയിരിക്കും അടുത്ത് വരുന്ന നമ്മുടെ പ്രോബ്ലംസൊക്കെ. അത് നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് തരുന്ന പ്രോബ്ലം ആ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ ഇവാലുവേറ്റ് integral over c sin 2z divided by z minus 2 into z plus 3 the whole square dz, where c is a circle modulus of z equal to 4. Okay, question ഇതാണ്. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതിന് തന്നിരിക്കുന്ന സർക്കിൾ മോഡുലസ് ഓഫ് z equal to 4 ആണ്. സോ അതിൻ്റെ സൊല്യൂഷൻ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കും, ആ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന ഫംഗ്ഷൻ ദ ഇൻ്റഗ്രാൻഡ് ഏതാണ്? ഇൻ്റഗ്രേഷൻ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ടേം സൈൻ 2z ഡിവൈഡഡ് ബൈ z മൈനസ് 2 ഇൻറ്റു z പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈസ് അനാലിറ്റിക് except the point, analytic at all points, എല്ലാ പോയിൻറ്റ്സിലും അനാലിറ്റിക് ആണ്, എക്സെപ്റ്റ് അറ്റ് എവിടെയൊക്കെ ഇസറ്റ് ഈക്വൽ ടു 2ഉം ഇസറ്റ് ഈക്വൽ ടു -3. നിങ്ങൾക്കത് അറിയുന്ന കാര്യമാണ്. ഓക്കെ, കാര്യം സൈൻ 2z എന്ന് പറയുന്ന ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ കോംപ്ലക്സ് പോയിൻ്റ് ത്രൂ ഔട്ടായിട്ട് അനാലിറ്റിക് ആണ്. ഡിനോമിനേറ്ററിലിരിക്കുന്ന പോളിനോമിയലും ത്രൂ ഔട്ടായിട്ട് അനാലിറ്റിക് ആണ് കോംപ്ലക്സ് പോയിന്റിൽ എവിടെ നോക്കിയാലും. പക്ഷേ ആ ഇസറ്റ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 വരികയാണ്. ഇസറ്റിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പോൾ ആ പോയിന്റിൽ അത് ഡിഫൈൻഡ് അല്ല. സോ അപ്പോൾ അവിടെ അനാലിറ്റിക് ഫെയിലിയർ ആണ്. അതുപോലെ ഇസറ്റ് ഈക്വൽ ടു -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ഡിനോമിനേറ്റർ എന്താകും? 0 വരും. അപ്പോൾ നമുക്ക് ആ പോയിന്റിൽ ഡിഫൈൻഡില്ല, അവിടെ അനാലിറ്റിക് ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഈ ടോട്ടൽ ഫംഗ്ഷൻ എവിടെയൊക്കെ അനാലിറ്റിക് ഫെയിലിയർ ആകുന്നു? 2വിലും -3ലാണ്. ബാക്കി എല്ലാ ഇടങ്ങളിലും അത് അനാലിറ്റിക് ആണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ഈ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ചെക്ക് ചെയ്യും. സപ്പോസ് രണ്ട് പോയിൻറ്റ്സും സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ കോഷീസ് തിയറം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വലിയ ഡയറക്റ്റ് 0 ആണ്. ഓക്കെ, നമുക്കിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ തന്നിരിക്കുന്ന സർക്കിൾ എന്ന് പറയുന്നത് ഗിവൺ സർക്കിൾ എന്താണ്? മോഡുലസ് ഓഫ് z ഈക്വൽ ടു 4 ആണ് ഗിവൺ സർക്കിൾ. നമുക്ക് എന്ത് ചെയ്യും? നമ്പർ 1 ഏത് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? z ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇംപ്ലൈസ് മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു, നമുക്കറിയാം മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 2 ആണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ 2 ലെസ് ദാൻ 4 ആണ്. ഓക്കെ, ആ റേഡിയസിനെക്കാട്ടിലും നമുക്ക് കിട്ടിയ മോഡൽ ഇസറ്റിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2 ലെസ് ദാൻ 4 ആയതുകൊണ്ട് നമുക്കറിയാം എന്താണ്? therefore z ഈക്വൽ ടു 2 ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ മോഡുലസ് ഓഫ് z ഈക്വൽ ടു 4. ആ പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡ് ആണ്. അതുപോലെ നമുക്ക് നമ്പർ 2 അടുത്ത പോയിന്റ് എന്താണ്? z ഈക്വൽ ടു -3 ഇടുന്നത്. ആ സെയിം ആണ്. മോഡുലസ് ഓഫ് -3യുടെ വാല്യൂ 3 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 4. സോ ലെസ് ദാൻ 4 ആയതുകൊണ്ട് നമുക്ക് എന്താണ്? therefore z ഈക്വൽ ടു -3 ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ മോഡുലസ് ഓഫ് z ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ തന്നിരിക്കുന്ന അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന 2ഉം -3യും സർക്കിളിൻ്റെ ഇൻസൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഏത് ടേം റിമെയിൻ ടേം ഏതുണ്ടാന്ന് നോക്ക്. ഈ തന്നിരിക്കുന്ന ഈ ഇൻ്റഗ്രാൻഡിൽ ഈ ടേം അനാലിറ്റിക് ഫെയിലിയർ ആവുന്നത് പക്ഷേ സർക്കിളിൻ്റെ ഇൻസൈഡാണ്. ഈ ടേം അനാലിറ്റിക് ഫെയിലിയർ സർക്കിളിൻ്റെ ഇൻസൈഡാണ്. അതിനെ നമ്മുടെ എഫ് ഓഫ് ഇസഡായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമുക്ക് എഫ് ഓഫ് ഇസഡായിട്ട് കൊണ്ടുവരുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? അനാലിറ്റിക് ഫെയിലിയർ ആകുന്ന പോയിൻറ്റ്സ് സർക്കിളിൻ്റെ അകത്ത് വരാത്ത രീതിയിലാണ് നമുക്ക് എഫ് ഓഫ് ഇസഡ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, സൈൻ 2z. സൈൻ 2z എന്ന് വെച്ചാൽ ബാക്കി 2 പോയിൻറ്റ്സ് വരുന്ന ആ 2 പോയിൻറ്റ്സും അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്ത് ഈക്വൽ ടു ടേക്ക് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ 2z. ഇതാണ് നമ്മുടെ ബാക്കി റിമെയിൻ പോയിന്റ്. ക്ലിയർലി സൈൻ എഫ് ഓഫ് ഇസഡ് ഈസ് അനാലിറ്റിക് അറ്റ് all points inside and on the circle modulus of z equal to 4. നമുക്ക് എടുക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? സർക്കിളിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡിലും സർക്കിളിൻ്റെ ഇൻസൈഡിലും ഓൺ ദ സർക്കിളിലും എന്തായിരിക്കണം? അനാലിറ്റിക് ആയിരിക്കണം. നമുക്ക് അറിയാം സൈൻ 2z എന്ന് പറയുന്നത് ത്രൂ ഔട്ടായിട്ട് കോംപ്ലക്സ് പോയിൻ്റ് എവിടെ നോക്കിയാലും അനാലിറ്റിക് ആണ്.
സോ അങ്ങനെ ആകുമ്പോൾ ഈ സർക്കിളിൻ്റെ അകത്ത് മാഡുലസ് ഇസെറ്റ് ഈക്വൽ 4 എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ ഏരിയയാണ്. ആ പോയിന്റിൽ കംപ്ലീറ്റ് അനാലിറ്റിക് തന്നെയായിരിക്കും. ഓക്കെ, സോ നമ്മുടെ എഫ് ഓഫ് ഇസെറ്റ് ചൂസ് ചെയ്ത് അടുത്ത് നമുക്ക് കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 2 ടേംസിൻ്റെ പ്രോഡക്റ്റാണ്. പക്ഷേ കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുലയുടെ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഒറ്റ ടേം മാത്രം ഡിനോമിനേറ്റർ വന്നാലേ നമുക്ക് കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. 2 ടേംസ് ചേർന്ന് വരികയാണെങ്കിൽ കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഈ z-2 z+3 the whole square, അതായത് 1/z-2 z+3 the whole square-നെ നമുക്ക് എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ പ്രകാരം സ്പ്ലിറ്റ് ചെയ്യണം. എന്തുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 2 ടേംസിൻ്റെ കാര്യങ്ങൾ ഒരേ സമയത്തിൽ നമുക്ക് കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസർ എടുക്കാൻ പറ്റൂല. അത് കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല ഫെയിലിയർ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആവശ്യം വരുന്നു. അപ്പോൾ ഇത്രയും ക്ലിയർ ആക്കി നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ എന്താ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷന് വേണ്ടി നൗ ഏതാണ് 1/z -2 ഇൻറ്റു z+3 the whole square എങ്ങനെ എടുക്കാം, a/z-2. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് ആൾറെഡി അറിയുന്നതാണ്, a/z-2. ഇവിടെ z+3 the whole square ആയതുകൊണ്ട് പ്ലസ് b/z+3 പ്ലസ് c/z+3 the whole square ആണ്. ഇതാണ് ഇതിൻ്റെ ഫോം. സപ്പോസ് z+3 the whole cube വരുവാണെങ്കിൽ എന്താവും, ഒന്നുകൂടെ എടുക്കണം, d/z+3 the whole cube എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഡിഗ്രി 1 ആയതുകൊണ്ട് z-2, ഇവിടെ z+3 the whole square വരുവാണെങ്കിൽ അതിൻ്റെ ഫോം എന്താണ്, b/z+3 പ്ലസ് c/z+3 the whole square. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിങ്ങനെ ഈ ടേം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൾട്ടിപ്ലൈങ് ബൈ ഏതാണ് z-2 ഇൻറ്റു z+3 the whole square. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ, ലെഫ്റ്റ് സൈഡിൽ 1 കിട്ടും, റൈറ്റ് സൈഡിൽ എയിൻ്റെ കൂടെ ഇത് ക്യാൻസലാവും, ഈ z-2ഉം z-2ഉം ക്യാൻസലാവും. ബാക്കി വരുന്നത് എന്താണ്, എയിൻ്റെ കൂടെ വരുന്ന ടേം z+3 the whole square പ്ലസ് ബീൻ്റെ കൂടെ ഇത് ക്യാൻസലാവും, ഒരു z+3 ക്യാൻസലാവും. z+3 ക്യാൻസലാവുമ്പോൾ എന്താ വരും, ഒരു z-2 വരും, അതുപോലെ എന്ത് വരും, z+3 വരും. ഒരു z+3 ആണ് ക്യാൻസലാവുന്നത്. പ്ലസ് സീൻ്റെ കൂടെ വരുന്ന ടൈം എന്താണ്, z-2 കംപ്ലീറ്റ് z+3 the whole square കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് എന്താണ്, z-2 ആണ്, c ഇൻറ്റു z-2. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ നമുക്ക് വേണമെങ്കിൽ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് വളരെ ക്ലിയർ ആണ്. നമുക്ക് എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് വേണ്ടി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എഴുതി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, z-2 ഇൻറ്റു z+3 the whole square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഈ ഫുൾ ടൈം ക്യാൻസൽ ആകുമ്പോൾ 1 ആണ്. എയിൻ്റെ കൂടെ വരുന്നത് എന്താണ്, ഒരു z-2 ക്യാൻസലാവും, ബാക്കി z+3 the whole square ആണ്. ബീൻ്റെ കൂടെ വരുന്നത് എന്താണ്, z+3 ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സോ ഒരു z+3യും ഒരു z+3യുമാണ് ക്യാൻസലാവുന്നത്. അപ്പോൾ z-2ഉം z+3യുമാണ്. സി ആണെങ്കിൽ ഏത് ക്യാൻസലാവും, z+3 the whole square കംപ്ലീറ്റ് ക്യാൻസലാവും, ബാക്കി വരുന്നത് z-2 ആണ്. അടുത്ത എയിം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കാണണം. ഓക്കെ, സോ അത് നമുക്ക് കാണുന്ന ഇത് മെത്തേഡ് അറിയാം. നമുക്ക് എന്താണ്, അറ്റ് എ ടൈം ബിയിനെയും സിയിനെയും 0 ആക്കാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇസറ്റിൻ്റെ പ്ലേസിൽ ഞാൻ സപ്പോസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും, അവിടെ സെക്കൻഡ് ടേം ബിൻ്റെ കൂടെ വരുന്നത് ഇസറ്റ്, അത് ആ ടൈം 0 ആവും. സിൻ്റെ കൂടെ z-2 വരുന്നത് ആ ടൈം ക്യാൻസൽ ആവും. അപ്പോൾ ഞാൻ ഇത് മായ്ക്കുകയാണ്, ബാക്കിയുള്ള കാര്യം ക്ലിയർ ആയി നോക്കിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിടുന്നത് എന്താണ്, പുട്ട് z = 2. z = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് 1 തന്നെയാണ്. റൈറ്റ് സൈഡ് എന്താണ്, എയിൻ്റെ കൂടെ z = 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 + 3 the whole square, 2 + 3 the whole square. ഓക്കെ, പിന്നെ ബീൻ്റെ ടേം z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ബീൻ്റെ വാല്യൂ എന്താണ്, b × 0 എന്നാവും. പ്ലസ് അതുപോലെ c ഇൻറ്റു അവിടെ z-2 കൊണ്ട് 0 ആവും. സോ ദാറ്റ് ഈസ് 1 = ഇത് 5 ആണ്, 5 സ്ക്വയറിൻ്റെ വാല്യൂ 25 ആണ്. സോ 25a ആണ്. ദിസ് ഇംപ്ലൈസ് നമുക്ക് എയുടെ വാല്യൂ കിട്ടി 1/25. ഓക്കെ, അങ്ങനെ എയുടെ വാല്യൂ ആയി. അതുപോലെ ബിയുടെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യാം, ബിയുടെ വാല്യൂ കിട്ടാൻ ഇസറ്റിൻ്റെ പ്ലേസിൽ നമുക്ക് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എയും പോവും ബിയും പോവും അല്ലേ, സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇസറ്റിന് പകരം -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇസറ്റിൻ്റെ പ്ലേസിൽ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ -3 ഈ ടേം ക്യാൻസലാവും,
ഇവിടെ എന്താണ് -3 ഇടുമ്പോൾ ബിയുടെ ടേം പോവും, നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം ഇസറ്റ് ഈക്വൽ ടു -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് അവിടെ ഇസറ്റിൻ്റെ ടേമില്ലാത്തതുകൊണ്ട് 1 തന്നെയാണ്. ഇൻ്റെ കൂടെ ഇസറ്റ് -3 ഇടുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇൻറ്റു 0 ആകും. അതുപോലെ പ്ലസ് ബി ഇൻറ്റു ഇസറ്റിന് ഇടുമ്പോൾ അവിടെ ഇസറ്റ് +3 വരുന്നതുകൊണ്ട് -3 ഇടുമ്പോൾ ആ ടേം 0 ആണ്. പിന്നെ പ്ലസ് സി ഇൻറ്റു എന്താ വരുന്നത്, ഇസറ്റിന് പകരം -3 ഇടുമ്പോൾ -3 -2. ഓക്കെ, സോ ദെർഫോർ 1 ഈക്വൽ ടു എന്താവും, ഇത് -5 ആകും, -5c. സോ ദിസ് ഇംപ്ലൈസ് സിൻ്റെ വാല്യൂ -1/5. ഓക്കെ, സോ അങ്ങനെ സിയുടെ വാല്യൂ ആയി. ഇനി അടുത്ത് ഏതിൻ്റെ വാല്യൂ കാണണം, ബിയുടെ വാല്യൂ കാണണം. ബിയുടെ വാല്യൂ കാണാൻ വേണ്ടി അറ്റ് എ ടൈം നമുക്ക് എയിനെയും സിനെയും 0 ആക്കാൻ നമുക്ക് നമ്പർ നമ്മുടെ കയ്യിലില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന Z+3 ആണ്, ഇവിടെ ഇരിക്കുന്ന Z-2 ആണ്. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഏതെങ്കിലും കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ കാൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, Z² കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇസറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യണം. ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, Z² കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യണം. സോ ഇക്വേറ്റിംഗ് എന്തെങ്കിലും ചെയ്യാം, ഒന്ന് കാൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇസറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, Z² കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. നിൻ്റെ ഇഷ്ടം എന്തോ അതുപോലെ ചെയ്യുക. ഞാനിവിടെ ഇക്വേറ്റിംഗ് the coefficient of Z² on both sides. Okay, so Z² കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ Z² ടേമേ ഇല്ല, അപ്പോൾ 0 വരും. വളരെ ക്ലിയറാണ് നോക്ക്. റൈറ്റ് സൈഡിൽ Z+3 ദ ഹോൾ സ്ക്വയർ ആയിരിക്കുന്നു. Z+3 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിനക്ക് എന്ത് കിട്ടും, Z² പ്ലസ് 2ab എന്ത് വരും നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എങ്ങനെ വരും, ഇങ്ങനെ വരും. ജസ്റ്റ് ഇവിടെ നോക്ക്, a ഇൻറ്റു Z² പ്ലസ് a² പ്ലസ് 2ab, അപ്പോൾ 6z പ്ലസ് എന്താവും 9 എന്നാവും. ഇത് എൻ്റെ കൂടെ വരുന്നിട്ടാ. പിന്നെ ബിൻ്റെ കൂടെ പ്ലസ് ബിൻ്റെ കൂടെ വരുന്നത് എന്താണ്, Z² എന്നാവും. പിന്നെ അടുത്ത് Z×3 എടുക്കുമ്പോൾ 3z ആണ്. ഇസറ്റിനെയും 3നെയും മൾട്ടിപ്ലൈ 3z ആണ്. -2നെയും ഇസറ്റിനെ മൾട്ടിപ്ലൈ -2z ആണ്. അപ്പോൾ 3z -2z ആകുമ്പോൾ -z എന്നാവും. പിന്നെ അതിനുശേഷം കോൺസ്റ്റന്റ് എന്താണ്, -2നെയും 3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, -6 എന്നാവും. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ വരുന്ന സെക്കൻഡ് ടേം, ഈ ടേം ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തേർഡ് ടേം എന്താണ്, c ഇൻറ്റു Z-2 ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ Z² ടേമിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും, Z² കൂടെ ഇരിക്കുന്ന ടേം 1 ആണ്. പക്ഷേ ഈ a കൂടെ മൾട്ടിപ്ലൈ വരും, അപ്പോൾ ഇവിടെ എന്താ വരും, a വരും. അതുപോലെ ഇവിടെ എന്തായിരിക്കും, ഇവിടെ Z² കോഎഫിഷ്യൻ്റ് 1 ആണ്, ഇവിടെ എന്തോരും പ്ലസ് b വരും. ഇവിടെ Z² ടേമേ ഇല്ല, അപ്പോൾ എന്താണ് അവിടെ +0 ആണ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്താണ് എയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയും സിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയും ഡയറക്റ്റായിട്ട് നമുക്ക് 0 ആക്കാൻ പറ്റും. എങ്ങനെ, ഇസറ്റിൻ്റെ പ്ലേസിൽ നമുക്ക് ഇവിടെ ഇസറ്റിൻ്റെ പ്ലേസിലും നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിൻ്റെ ടേമും പോയി, സിൻ്റെ ടേം പോയി, അങ്ങനെ എയുടെ വാല്യൂ കിട്ടി. പിന്നെ സിയുടെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്ത്, നമുക്ക് അറ്റ് എ ടൈം Z=-3 ഇടുമ്പോൾ എയും പോവും ബിയും പോവും, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. പക്ഷേ ബിയുടെ വാല്യൂ കിട്ടുകയാണെങ്കിൽ അറ്റ് എ ടൈം എയിനെയും സിനെയും 0 ആക്കണം. ഇവിടെ Z+3യും Z-2 ആയിരിക്കുന്നു. ആ രണ്ട് ടേമിന് ഒരു നമ്പർ കൊണ്ട് 0 ആക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ തന്നിരിക്കുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യണം. കോൺസ്റ്റൻറ്റോ ഇസറ്റോ Z². ഇവിടെ Z² കോഎഫിഷ്യൻ്റ് ഇക്വേൻ്റാണ്, ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. Z² പ്ലസ് 6z പ്ലസ് 9 ആണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ എന്താകും, Z² പിന്നെ പ്ലസ് 3z മൈനസ് 2z, അതാണ് അവിടെ പ്ലസ് 3z മൈനസ് 2z, അപ്പോൾ പ്ലസ് z ആണ്, പ്ലസ് z. പിന്നെ അടുത്ത് -2 ഇൻറ്റു +3 എടുക്കുമ്പോൾ -6. സോ ഇതാണ് നമുക്ക് സെക്കൻഡ് ടേമിൻ്റെ എക്സ്പാൻഷൻ. ഇത് ബാക്കി തേർഡ് ടേം. ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ എന്താണ്, ഇവിടെ Z² ടേം ഉണ്ട്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, പക്ഷേ a കൂടെ മൾട്ടിപ്ലൈ വരും, സോ a ഇട്ട്. അതുപോലെ ഇവിടെ ബിൻ്റെ ടേമിൽ ഇവിടെ Z² ടേം ഉണ്ട്, കോഎഫിഷ്യൻ്റ് 1 ആണ്, പക്ഷേ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, BZ² എന്നാവും, ആ b ഇട്ട്. ഇവിടെ Z² ടേമേ ഇല്ല, എന്താണ് 0 ആണ്. ഓക്കെ, ഈ എക്സ്പാൻഷൻ
നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ഞാൻ അതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവിടെ മായ്ക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ആ എക്സ്പാൻഷൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അത് മാച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തായി 0 = a+b ആയി. നമ്മുടെ ആൾറെഡി നമ്മുടെ എയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എയുടെ വാല്യൂ 1/25 ആണ്. അപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്? ദെയർഫോർ 0 = 1/25 + b. So therefore b = -1/25. ഓക്കെ, ഈ പാർഷ്യൽ ഫ്രാക്ഷൻ വളരെ ക്ലിയർ ആണ്. ഞാൻ ക്ലാസ് എടുക്കുന്നത് അറിയാം, വളരെ സ്ലോ ആണ്. അത് ഓരോ കാര്യം ക്ലിയറാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്തായി? എയുടെ വാല്യൂമായി, ബിയുടെ വാല്യൂമായി, സിയുടെ വാല്യൂമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? സോ എയുടെ വാല്യൂ നമുക്ക് 1/25 ആണ്, ബിയുടെ വാല്യൂ -1/5 ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? ഞാൻ ഇത്രയും മായ്ക്കുകയാണ്. ഓക്കെ, therefore 1/z-2 into z + 3 the whole square equal to എയുടെ വാല്യൂ 1/25. സോ 1/25 എയുടെ വാല്യൂ ഇട്ട് ഇൻറ്റു 1/z-2. പിന്നെ ബിയുടെ വാല്യൂ നമുക്ക് ബിയുടെ വാല്യൂ -1/25 ആണ്. സോ അപ്പോൾ എന്ത് വരും ഇവിടെ? -1/25 ഇൻറ്റു 1/z + 3. പിന്നെ സിയുടെ വാല്യൂ -1/5 ആണ്. ഓക്കെ, -1/5 ഇൻറ്റു 1/z + 3 ദ ഹോൾ സ്ക്വയർ ആണ്. സോ നമുക്ക് അങ്ങനെ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് കയ്യിലായി. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ ടേം ബാക്കിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു വശം സ്റ്റിൽ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. സോ സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമ്മൾ sin 2z കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ ഇൻറ്റഗ്രേഷൻ കാണുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ടേമിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ sin 2z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഇൻറ്റഗ്രേഷൻ കൂടെ എടുക്കണം. ഞാൻ അറ്റ് എ ടൈം സെയിം ടൈം തന്നെ sin 2z മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ഇൻറ്റഗ്രേഷൻ കൂടെ എടുക്കുന്നത്. അപ്പോൾ എന്താവും? സോ ദിസ് therefore ഇൻറ്റഗ്രൽ ഓവർ സി ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഇൻറ്റഗ്രൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ sin 2z ഡിവൈഡഡ് ബൈ z - 2 ഇൻറ്റു z + 3 ദ ഹോൾ സ്ക്വയർ dz ഈക്വൽ ടു ഇവിടെ ഓരോ ടേമിലും കൊണ്ടുപോകാം. അതുപോലെ എന്താവും? 1/25 കോൺസ്റ്റൻ്റ് ആണ്. 1/25 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത്? ഇൻറ്റഗ്രൽ മൾട്ടിപ്ലൈ ചെയ്ത്. അതുപോലെ sin 2z ഡിവൈഡ് ബൈ z - 2 dz. പിന്നെ അടുത്ത ടേം -1/25 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത്? ഇൻറ്റഗ്രൽ ഓവർ സി മൾട്ടിപ്ലൈ ചെയ്ത്. പിന്നെ sin 2z ഡിവൈഡ് ബൈ z + 3. പിന്നെ ലാസ്റ്റ് എന്താണ്? -1/5 ഇൻറ്റു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്ത് ഇൻറ്റഗ്രൽ ഓവർ സി sin 2z ഡിവൈഡഡ് ബൈ z + 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dz എന്നായി. ഓക്കെ, നമുക്ക് sin 2z എന്ന് പറയുമ്പോൾ ആൾറെഡി നമുക്ക് എടുത്തിട്ടുണ്ട്. എന്നാണ് നമ്മുടെ f(z) ഇവിടെ sin 2z ആണ്. സോ ഈക്വൽ ടു ഒരു ലൈൻ കൂടെ എന്താവും? 1/25 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി sin 2z ആകുമ്പോൾ f(z) ആൾറെഡി നമുക്ക് എടുത്തിട്ടുണ്ട്. f(z)ൻ്റെ വാല്യൂ sin 2z എന്ന് ആൾറെഡി നമുക്ക് അവിടെ നോട്ടിൽ അവിടെ തന്നിരിക്കുകയാണ്. sin 2z ഡിവൈഡ് ബൈ z - 2 dz. കുറച്ച് ലെഫ്റ്റ് സൈഡ് കൂടെ ചേർത്തെടുക്കാം. സോ ഈക്വൽ ടു 1/25 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി f(z) ബൈ z - 2 dz. ഇത് ഒരു ടേമാണ്. പിന്നെ സെക്കൻഡ് ടേം -1/25 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി f(z) ബൈ z + 3 dz. ഇവിടെ dz ഇട്ടിട്ടില്ല, dz. ഓക്കെ, പിന്നെ അടുത്ത -1/5 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി അറ്റ് എ ടൈം ഇതടുത്ത് എന്താണ്? sin 2z ഡിവൈഡഡ് ബൈ z + 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dz ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോഷീസ് ഫാർമുല അപ്ലൈ ചെയ്യുന്നു. കോഷീസ് ഫാർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ നമുക്ക് വരുന്നത് z - 2 f(z) 2 ലൈസ് ഇൻസൈഡ് ആണെങ്കിൽ 2πi ഇൻറ്റു f(2) ആണ് ഇൻറ്റഗ്രേഷൻ. അത് നമുക്ക് തന്നിരിക്കുന്ന ആ യൂട്യൂബിൻ്റെ വീഡിയോയിൽ നോക്കുമ്പോൾ അത് ആൾറെഡി തന്നിട്ടുണ്ടാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? 1/25 ഇൻറ്റു. സോ ഈക്വൽ ടു വേണമെങ്കിൽ ഫ്രണ്ടിൽ ഈ ടേമിന് മാറ്റിയാൽ ഞാൻ വളരെ കെയർഫുൾ ആയി നോക്ക്.
ഈ ടേമിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത ടേമിന് ഞാൻ അങ്ങനെ തന്നെ മായ്ക്കുകയാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? സോ ദർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരും? 1/25 ഇൻറ്റു അതിൻ്റെ ഇൻറ്റഗ്രേഷൻ 2πi ഇൻറ്റു എഫ് ഓഫ് 2. ഇത് ഫസ്റ്റ് ടേമായി. പിന്നെ -1/25 ഇൻറ്റു ഇവിടെ നമുക്ക് എവിടെയാണ് അനാലിറ്റി ഫിൽ ആകുന്നത്? ഇസെറ്റ് ഈക്വൽ ടു -3 ആണ്. -3 ലൈസ് ഇൻസൈഡ് ആണ്. അപ്പോൾ കോസ്റ്റീസ് ഇൻ്റഗ്രൽ ഫോർമുല പ്രകാരം എന്താവും? 2πi ഇൻറ്റു എഫ് ഓഫ് -3. ഇത് സെക്കൻഡാണ്. തേർഡ് ആകുമ്പോൾ -1/5 ഇൻറ്റു എന്താ ഇവിടെ Z+3 ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്കറിയാം Z+3 ദ ഹോൾ സ്ക്വയർ എന്നാൽ എന്തോരം അതിൻ്റെ ഫോർമുല? 2πi by 1 factorial into f dash of -3. f dash of -3. ഇത് നമുക്കിതിനെക്കുറിച്ച് ക്ലിയറായി നോക്കിയിട്ടുണ്ട്. സപ്പോസ് ഇവിടെ നമുക്ക് Z+3 ദ ഹോൾ ക്യൂബ് ആണെങ്കിൽ 2πi by 2 factorial into f ഡബിൾ ഡാഷ് ഓഫ് -3 എന്ന് വരും. ഇവിടെ Z+3 ദ ഹോൾ സ്ക്വയർ ആയിരുന്നത് 2πi by 1 factorial into f ഡാഷ് ഓഫ് -3. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ നമുക്ക് കാണാം. ഓക്കെ, നമുക്കിതിൻ്റെ ഓരോ ഇപ്പോൾ ഇത് നമുക്ക് കാണേണ്ടത് ഓരോ വാല്യൂ കാണുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ്? സോ ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് എടുക്കാം. ഓക്കെ, എഫ് ഓഫ് ഇസെറ്റ് എന്താണ്ട? എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു sin 2z ആണ്. സോ ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് 2 ഈക്വൽ ടു ഇസെറ്റിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. sin 4. സോ അങ്ങനെ ഒരു വാല്യൂ ആയി. ഇവിടെ നമുക്ക് sin 4 ഇടണം. പിന്നെ അടുത്ത് എഫ് ഓഫ് -3 ഈക്വൽ ടു എന്താവും? സൈൻ ഓഫ് 2 ഇൻറ്റു -3. സോ -6 ആണ്. സോ സൈൻ ഓഫ് -a ഈക്വൽ ടു -sin a. സോ ഈക്വൽ ടു -sin 6. പിന്നെ അടുത്ത് എഫ് ഡാഷ് ഓഫ് -3 ആയിരിക്കുന്നത്. എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? sin 2z ആണ്. സോ ദിസ് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എന്താവും? എഫ് ഡാഷ് ഓഫ് ഇസെറ്റ് കണ്ടിട്ട് ഇസെറ്റിന് പകരം -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് sin 2zൻ്റെ ഡെറിവേറ്റീവ് cos 2z ഇൻറ്റു 2 ആണ്. അപ്പം 2 cos 2z ആണ്. ഓക്കെ, ദെർഫോർ എഫ് ഡാഷ് ഓഫ് എന്താണ്? -3 ഈക്വൽ ടു 2 ഇൻറ്റു cos ഓഫ് -6. നമുക്കറിയുന്ന കാര്യമാണ്. cos ഓഫ് -യുടെ വാല്യൂ cos a തന്നെയാണ്. ഈക്വൽ ടു 2 cos 6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൻ്റെ ഓരോ വാല്യൂ ആയി. നമ്മുടെ എഫ് ഓഫ് 2യുടെ വാല്യൂ ആയി, എഫ് ഓഫ് -6ൻ്റെ വാല്യൂ ആയി. ആ വാല്യൂ ഒക്കെ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെർഫോർ 2 ഇംപ്ലൈസ് 2ൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്കറിയാം ഇൻറ്റഗ്രൽ ഓവർ c. നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലമാണ് sin 2z ഡിവൈഡഡ് ബൈ z -2 ഇൻറ്റു z+3 ദ ഹോൾ സ്ക്വയർ dz ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ 1/25 ഇൻറ്റു 2πi ഇൻറ്റു എഫ് ഓഫ് 2യുടെ വാല്യൂ sin 4. ഇതൊരു വാല്യൂ. പിന്നെ സെക്കൻഡ് എന്താണ്? -1/25 ഇൻറ്റു 2πi ഇൻറ്റു എഫ് ഓഫ് -3 sin 6. സോ അപ്പോൾ എന്താ വരും? ഇൻറ്റു sin 6. അടുത്ത വാല്യൂ എന്താണ്? ലാസ്റ്റ് പ്ലസ് -1/5 ഇൻറ്റു 2πi ബൈ 1 ഫാക്ടറിയലിൻ്റെ വാല്യൂ 1 തന്നെയാണ്. 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് -3യുടെ വാല്യൂ ഇവിടെ കണ്ടിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് -3യുടെ വാല്യൂ 2 cos 6 ആണ്. 2 cos 6. ഓക്കെ, സോ ഇത്രയും കൂടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് നമുക്ക് ഒരു ലൈൻ കൂടെ ഇടുകയാണെങ്കിൽ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം എന്താണ്? 2π/25 ഇൻറ്റു sin 4. ഓക്കെ, വേണമെങ്കിൽ ഒരു ലൈൻ കൂടെ ലാസ്റ്റ് എഴുതുക. സോ ഇതിൽ കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ കംപ്ലീറ്റ് മായ്ക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്ന ഇതാണ്. ഈക്വൽ ടു 1/25 അല്ല 2πi കൂടെ എടുക്കും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2πi/25 ഇൻറ്റു sin 4. പിന്നെ അടുത്ത വാല്യൂ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2πi/25 ഇൻറ്റു sin 6. പിന്നെ അടുത്ത്
ഇവിടെ നമുക്ക് ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആണ്. അപ്പോൾ 4πi മൈനസ് 4πi ബൈ 5 ഇൻറ്റു cos 6. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് ആൻസർ. ഓക്കെ, സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ സമയത്തിലും വീഡിയോ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് എടുക്കുക. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ട് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് അടുത്തെടുക്കേണ്ട ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ടൈലർ സീരീസ്, അതുപോലെ ഒരു ലോറൻസ് സീരീസ്, അതിൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് നോക്കാം. ഓക്കെ.